ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ജീവ നിറവിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ദൈവവചനം ശുശ്രൂഷിക്കുവാൻ ദൈവമായ കർത്താവ് സാവകാശം തന്നതിനായി തിരുനാമത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. നമ്മുടെ അല്പസമയത്തെ ചിന്തയ്ക്കായി 2 വേദഭാഗങ്ങൾ വായിപ്പാൻ ആഗ്രഹിക്കുന്നു. ഗലാത്യ ലേഖനം 1-ാം അധ്യായം 10-ാം വാക്യം. ഞാൻ മനുഷ്യരെയോ ദൈവത്തെയോ സന്തോഷിപ്പിക്കുന്നത് അല്ല, ഞാൻ മനുഷ്യരെ പ്രസാദിപ്പിക്കാൻ നോക്കുന്നുവോ? ഇന്നും ഞാൻ മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നു എങ്കിൽ ക്രിസ്തുവിൻ്റെ ദാസനായിരിക്കുകയില്ല. എബ്രായ ലേഖനം 11-ാം അധ്യായം 5-ാം വാക്യം. വിശ്വാസത്താൽ ഹാനോക്ക് മരണം കാണാതെ എടുക്കപ്പെട്ടു. ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി. അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചു എന്ന് അവൻ എടുക്കപ്പെട്ടതിന് മുൻപേ സാക്ഷ്യം പ്രാപിച്ചു. ഈ 2 വാക്യങ്ങളും വായിക്കുമ്പോൾ തന്നെ എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് സാമാന്യ ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാകും. 2 വാക്യങ്ങളിലും പൊതുവായി കാണുന്നത് ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതിനെ കുറിച്ചാണ്. ഗലാത്യത്തിൽ പൗലോസ് ചോദിക്കുന്നു, ഞാൻ മനുഷ്യരെയോ ദൈവത്തെയോ പ്രസാദിപ്പിക്കുന്നത്. എന്നിട്ട് താൻ തന്നെ മറുപടി പറഞ്ഞു, ഇന്ന് ഞാൻ മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നു എങ്കിൽ ക്രിസ്തുവിൻ്റെ ദാസനായിരിക്കുകയില്ല. എബ്രായത്തിൽ നാം വായിച്ചത് ഒരു മനുഷ്യൻ തൻ്റെ ജീവകാലത്ത് തന്നെ ദൈവത്തെ പ്രസാദിപ്പിച്ചു എന്ന് സാക്ഷ്യം പ്രാപിച്ചു. എന്താണ് ഇവിടെ നിന്ന് കാണുന്നത്? സാധാരണ ദൃശ്യമായ അല്ലെങ്കിൽ നാം കാണുന്ന ആളുകളെ പ്രസാദിപ്പിക്കാൻ, സന്തോഷിപ്പിക്കാനാണ് മനുഷ്യർ പൊതുവെ ശ്രമിക്കുന്നത്. എന്നാൽ ദൈവവചനം ചോദിക്കുന്നു, മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നുവെങ്കിൽ അല്ലെങ്കിൽ മനുഷ്യരെ സന്തോഷിപ്പിക്കുന്നുവെങ്കിൽ ക്രിസ്തുവിൻ്റെ ദാസനായിരിക്കുകയില്ല. നമുക്ക് ഏതാണ് വേണ്ടത്? ആരെ നാം പ്രസാദിപ്പിക്കുന്നു? സമൂഹത്തിൽ ജീവിക്കുന്നവരാണല്ലോ നാം. ആ കൂട്ടത്തിൽ ഒറ്റയ്ക്ക് ജീവിക്കുക എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ എല്ലാം വിട്ട് അതൊന്ന് ഒറ്റയ്ക്ക് ജീവിക്കുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടായ കാര്യമാണ്. അങ്ങനെ വരുമ്പോൾ ഇങ്ങനെയാണ് സമൂഹത്തിൽ ജീവിച്ചുകൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ സാധിക്കുക. ഒരു മനുഷ്യനെക്കുറിച്ച് നാം വായിച്ചത്, അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചു എന്ന് എടുക്കപ്പെട്ടതിന് ശേഷം അല്ല, എടുക്കപ്പെടുന്നതിന് മുൻപേ ജീവകാലത്ത് തന്നെ സാക്ഷ്യം പ്രാപിച്ചു. മനസ്സാക്ഷി യുഗത്തിൽ പുരാതന ലോകത്തിൽ ജീവിച്ചിരുന്ന അനോക്കിനെ കുറിച്ചാണ് അത് പറയുന്നത്. അനോക്ക് 365 വർഷമേ ജീവിച്ചുള്ളൂ. അന്നത്തെ കാലത്ത് ജലപ്രളയത്തിന് മുൻപുള്ള കാലത്ത് ജീവിച്ചിരുന്ന മനുഷ്യരിൽ 2 വ്യക്തികളാണ് പ്രായം കുറഞ്ഞവരായി ഉണ്ടായിരുന്നത്. അതിൽ ഒരാളുടെ പ്രായം നമുക്കറിയില്ല. ഹാബേൽ, അവന് ചെറുപ്പത്തിലെ കൊല്ലപ്പെട്ടു. പിന്നെ ഏറ്റവും കുറഞ്ഞ പ്രായമുള്ള വ്യക്തി ഹനോക്കാണ്, 365 വർഷം. അപ്പോൾ ഈ കാലത്തിനിടയ്ക്ക് തന്നൊരു സാക്ഷ്യം പ്രാപിച്ചു. സാധാരണ പാസ്റ്റർമാർക്കെല്ലാം ഉള്ളൊരു സംഭവിക്കുന്നൊരു വലിയ പരീക്ഷയാണ് മരണശേഷം ശവസംസ്കാര ശുശ്രൂഷയ്ക്കൊക്കെ പോകുമ്പോൾ എത്ര ദൈവഭക്തിയോടെ ജീവിച്ചില്ലെങ്കിലും ആളിനെ വാഴ്ച അനുഗ്രഹിക്കുക എന്നുള്ളത്, നല്ല വശം മാത്രം പറഞ്ഞു പൊക്കുക എന്നുള്ളത് പാസ്റ്റർമാരൊക്കെ നേരിടുന്ന പ്രശ്നമാണ്. ഞങ്ങളെല്ലാം ചെയ്യാറുണ്ട്. കാരണം കുടുംബത്തിലെ ശേഷിക്കുന്ന ആളുകൾ ഉള്ളപ്പോൾ മറ്റൊരാളിൻ്റെ മരിച്ച ആളിൻ്റെ ദോഷവശങ്ങളെ ഉള്ളായിരുന്നെങ്കിലും ഞങ്ങളത് പറയാറില്ല. എന്നാൽ ഇവിടെ ഒരു മനുഷ്യൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചു എന്ന് സാക്ഷ്യം പ്രാപിച്ചു. മാത്രമല്ല, ഈ കാലത്തിനിടയ്ക്ക് അതെങ്ങനെയുള്ള കാലമായിരുന്നു അതുകൊണ്ട് നാം ചിന്തിക്കണം. ജലപ്രളയത്തിന് മുൻപ് ദൈവസൃഷ്ടിക്ക് ശേഷം ജീവിച്ചിരുന്ന മനുഷ്യർ നല്ല ആയുസ്സുള്ളവരായിരുന്നു. ജനനം കുറവും കൂടുതലും മരണം കുറവുമായിരുന്നു. അപ്പോൾ ജനനിരക്ക് കൂടുതലുള്ള മരിക്കയില്ല ആളുകൾ. ഈ ഹനോക്കിൻ്റെ മകനായ മെഥൂശലയാണ് വേദപുസ്തകത്തിൽ കൂടുതൽ ജീവിച്ചിരുന്ന മനുഷ്യൻ. 969 വർഷം. മാത്രമല്ല, ആദാം പോലും 930 വർഷം ജീവിച്ചിരുന്നു. ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായത്തിൽ നമ്മൾ നോക്കുമ്പോൾ ആർക്കും 800 വർഷത്തിൽ കുറവ് ആയുസ് ഇല്ല. അല്ലെങ്കിൽ അത്രയും വർഷങ്ങൾ ജീവിച്ചിരുന്ന, ചുരുക്കി പറഞ്ഞ 1000-ഓളം വർഷം ജീവിച്ചിരുന്ന
ആളുകളുടെ മധ്യത്തിൽ ഒരു മനുഷ്യനെക്കുറിച്ച് പറഞ്ഞു, അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചു. എന്താണ് അതിൻ്റെ തെളിവ്? മാത്രമല്ല, ദൈവത്തെ പ്രസാദിപ്പിച്ചു എന്ന എടുക്കപ്പെട്ടതിന് മുൻപേ അവൻ സാക്ഷ്യം പ്രാപിച്ചു. അങ്ങനെയാണ് ആ വാക്യത്തിൽ കാണുന്നത്. അവനെ സംബന്ധിച്ചിടത്തോളം അവൻ വ്യത്യസ്തനായിരുന്നു എന്ന് അവനെക്കുറിച്ച് അവൻ്റെ തലമുറ സാക്ഷ്യം പറയത്തക്ക രീതിയിൽ അവൻ്റെ ജീവിതം മാതൃകാപരമായിരുന്നു. ഉൽപ്പത്തി പുസ്തകത്തിൽ വായിക്കുമ്പോൾ സകല ജഡവും തൻ്റെ വഴി വഷളാക്കിയ കാലഘട്ടത്തിൽ, മാത്രമല്ല ഇവൻ ഈ ഹനോക്കിന് ഒരു മകൻ ജനിച്ചു 65-ാമത്തെ വയസ്സിൽ. ആ ജനിച്ച ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായത്തിൽ വിശാലമായിട്ടുണ്ട്, വിശദമായി കാണാം. ആ ജനിച്ച മകൻ അവന് 300 വയസ്സാകുന്നവരെ ഹനോക്കുമുണ്ട്. കുറച്ചുകൂടെ പുറകോട്ട് പോയാൽ ജീവിച്ചിരുന്ന കാലത്തിൽ തന്നെയാണ് ഹനോക്കും ജീവിച്ചിരുന്നത്. ഹനോക്ക് ജനിച്ച് ഏതാണ്ട് 300ഓളം വർഷം കഴിഞ്ഞാണ് മരിക്കുന്നത്. മാത്രമല്ല മെഥൂശലഹനും അതുപോലെ തന്നെ. അപ്പോൾ ഇങ്ങനെ സമകാലീനന്മാരുടെ ലോകത്തിൽ ഈ ഒരു മനുഷ്യയെക്കുറിച്ച് മാത്രം അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചു എന്ന് എടുത്തു പറയുന്നു. സ്വാഭാവികമായിട്ട് എന്തോ ചില പ്രധാനപ്പെട്ട ഗുണങ്ങൾ ആ മനുഷ്യരിൽ ഉണ്ടായി കാണണം. എബ്രായലേഖനം 11-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിൽ ഒരു വിശദീകരണം കാണാം. എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുന്നതല്ല. ഇവിടെ 5-ാം വാക്യത്തിലും ഹനോക്കിൻ്റെ മണ്ണം കാണാതെ എടുക്കപ്പെട്ടതിനെ കുറിച്ച് പറയുമ്പോൾ ആ വാക്യം തുടങ്ങുന്നത് വിശ്വാസത്താൽ. അപ്പോൾ ഹനോക്ക് വിശ്വാസത്താൽ ജീവിച്ച മനുഷ്യനായിരുന്നു. അന്ന് ബൈബിൾ ഉണ്ടായിരുന്നു വിശ്വസിക്കാൻ. ന്യായമായ ചോദ്യമാണ്. റോമാലയത്തിലെ പരാമർശമനുസരിച്ച് അല്ലെങ്കിൽ ജീവിതാനുഭവം അനുസരിച്ച് വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താലും വരുന്നു. അങ്ങനെ വരുമ്പോൾ ഹനോക്കിന് ദൈവത്തെ വിശ്വസിക്കാൻ എവിടുന്നാണ് കേൾവി? ഞാൻ വിശ്വസിക്കുന്നത് അല്ലെങ്കിൽ ഞാൻ കരുതുന്നത്. അപ്പം നേരത്തെ പറഞ്ഞല്ലോ, ഹനോക്കിൻ്റെ സമകാലീനനായിരുന്നു ആദാം. മറ്റു വാക്കിൽ പറഞ്ഞാൽ ദൈവത്തെ മുഖാമുഖം കണ്ട ഏക മനുഷ്യൻ ആദാമായിരുന്നു. അല്ലെങ്കിൽ ഉള്ള രൂപത്തിൽ ദൈവത്തെ കണ്ട ഏകമൻ പാപം ചെയ്യുന്നതിന് മുൻപ്. അതിനുശേഷം ദൈവമായിട്ട് അവന് സമ്പർക്കമില്ലല്ലോ. അപ്പോൾ ഈ ആദാമിൻ്റെ സമകാലീനായിരുന്നപ്പോൾ ന്യായമായിട്ടും ആദാമിൽ നിന്ന് അവൻ കേട്ടിരിക്കാം ദൈവത്തെക്കുറിച്ച്. അവൻ്റെ സമകാലീനരും കേട്ടിരിക്കാം. പക്ഷേ അവനെ കൊണ്ട് മാത്രം ഒരു പ്രത്യേകത കാണാം. മറ്റ് പലരും വിശ്വസിച്ചത് കാണുന്നില്ല. അവൻ വിശ്വസിച്ചു. അപ്പോൾ ദൈവത്തെക്കുറിച്ച് അല്ലെങ്കിൽ അവൻ്റെ പൂർവ്വപിതാവായ ആദാമിൽ നിന്ന് അവൻ കേട്ടിരിക്കാം. അതാണ് അവന് ദൈവത്തെ അറിയാനുള്ള സാധ്യതയും. സാധാരണ കൊച്ചുമക്കൾ വലിയപ്പിച്ചന്മാരുടെയൊക്കെ ചെന്ന് അവരുടെ ഭാഗത്തിലിരുന്ന് പല കാര്യങ്ങളും കേൾക്കുമല്ലോ. പല പഴങ്കഥകളും അവരുടെ പൂർവ്വചരിത്രങ്ങളും ഒക്കെ കേൾക്കുമല്ലോ. അത് സ്വാഭാവികമാണ്. എല്ലാ നാട്ടിലും ഉള്ളതാണ്. അങ്ങനെ വരുമ്പോൾ ഹനോക്കും ആദാമിൽ നിന്നുള്ള കാര്യങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. എന്താണ് തനിക്ക് ഇത് പറ്റിയത്, താൻ എങ്ങനെ പാപം ചെയ്തത്, എന്തുകൊണ്ട് ദൈവസമ്പർക്കം നഷ്ടപ്പെട്ടു എന്നൊക്കെ ആദാം വിവരിച്ച് കാണാതിരിക്കുകയില്ല. മറ്റു പലർക്കും അവരുടെ ജീവിതത്തിൽ വിശ്വാസമായി പരിണമിച്ചില്ലെങ്കിൽ കേട്ട ഹനോക്കിന് അത് വിശ്വാസമായി തീർന്നു. മാത്രമല്ല, അപ്പോൾ അവൻ വിശ്വസിച്ചു. അന്നു മുതൽ അദൃശ്യനായ ദൈവത്തോട് ഒപ്പം നടക്കുവാൻ തുടങ്ങി. അപ്പോൾ വേറൊരു പ്രശ്നം വരുന്നു. ഹനോക്ക് ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായത്തിൻ്റെ 23-24 ഹനോക്കിൻ്റെ ആയുഷ്കാലം ആകെ 365 സംവത്സരമായിരുന്നു. ഹനോക്ക് ദൈവത്തോടു കൂടെ നടന്നു. ദൈവം അവനെ എടുത്തുകൊണ്ടുവന്നാൽ കാണാതെയായി. അപ്പോൾ ദൈവത്തോട് കൂടെ അവൻ നടന്നു. ഒരാളിനോട് കൂടെ നടക്കണമെങ്കിൽ ഒരു പ്രധാന കാര്യം വേണം. അതും വേദപുസ്തകത്തിലുണ്ട്. ആമോസിൻ്റെ പ്രവചനം 3-ാം അധ്യായം 3-ാം വാക്യത്തിൽ ഒരു ചോദ്യം ചോദിക്കുന്നു. രണ്ടുപേർ ഒത്തിട്ടല്ലാതെ, ഞാൻ വാക്യം വായിക്കാം, രണ്ടുപേർ തമ്മിൽ ഒത്തിട്ടല്ലാതെ ഒരുമിച്ച് നടക്കുമോ?
ശ്രദ്ധിക്കണേ, രണ്ടുപേർ, ആമോസ് 3:3, രണ്ടുപേർ തമ്മിൽ ഒത്തിട്ടല്ലാതെ ഒരുമിച്ച് നടക്കുമോ? അപ്പോൾ ഹനോക്ക് ദൈവത്തോട് കൂടെ നടന്നു വരുമ്പോൾ വിശ്വാസത്താൽ ഉള്ളവണ്ണം വിശ്വസിക്കുകയും ചോദ്യം ചെയ്യാതെ വിശ്വസിക്കുകയും ചെയ്തിട്ട് ദൈവത്തോട് കൂടെ നടന്നു, ദൈവത്തോട് കൂടെ. അപ്പോൾ ഇവിടെ നാം വായിച്ച വാക്യമനുസരിച്ച് നോക്കിയാൽ രണ്ടുപേർ തമ്മിൽ ഒത്തിട്ടല്ലാതെ ഒന്നിച്ച് നടക്കുമോ? ഇപ്പോൾ ഒന്നുകിൽ രണ്ടുപേർ ഒന്നിച്ചൊരു വഴിക്ക് പോകാമെന്നിരിക്കട്ടെ, അവരെ രണ്ടുപേരും തമ്മിൽ യോജിപ്പില്ല എങ്കിൽ ഒരിക്കലും അവരുടെ യാത്ര സുഗമമാകത്തില്ല. അപ്പോൾ അഭിപ്രായ ഐക്യത്തോടെ അവർ പോകുമ്പോൾ അവരുടെ യാത്ര സുഗമമാണ്. അങ്ങനെ വരുമ്പോൾ ഹനോക്ക് ഒന്നുകിൽ ഹനോക്കിൻ്റെ ചിന്ത ദൈവം ഹനോക്കിൻ്റെ ചിന്തയ്ക്കനുസരിച്ച് വരണം, അല്ലെങ്കിൽ ഹനോക്കിൻ്റെ ചിന്ത ദൈവത്തിൻ്റെ ചിന്തയ്ക്ക് ഒപ്പമാകണം. ഒരിക്കലും ദൈവത്തിന് മനുഷ്യൻ്റെ ചിന്തയ്ക്ക് ഒത്തോണം നടക്കില്ല, അത് അസംഭവ്യമാണ്. അപ്പോൾ നമുക്ക് ചിന്തിക്കാവുന്നത് ഹനോക്കിൻ്റെ ചിന്തയെല്ലാം ദൈവത്തിൻ്റെ ചിന്തയ്ക്ക് ഒത്തുപോകുന്നതായിരുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചു എന്ന് ദൈവവചനം സാക്ഷ്യം പറയുന്നുവെങ്കിൽ, ഒന്ന്, അവൻ ദൈവത്തെ വിശ്വസിച്ചു, മാത്രമല്ല അവൻ്റെ ചിന്ത ദൈവത്തിൻ്റെ ചിന്തയോട് യോജിച്ച് ഒരേ ചിന്തയോടെ ഏകചിന്തയോടായിരുന്നു. ഭിന്നാഭിപ്രായം ഉണ്ടെങ്കിൽ ഒന്നിച്ച് നടക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ദൈവത്തോട് ഭിന്നാഭിപ്രായമില്ലാതെ ദൈവഹിതത്തിന് ദൈവത്തിൻ്റെ ചിന്തയ്ക്കനുസരിച്ച് ദൈവത്തിൻ്റെ ആലോചനയ്ക്കൊത്തണം അവൻ മുൻതൂക്കം കൊടുത്തത് തന്നെ നടത്തുന്നയാളിനായിരുന്നു. അതുകൊണ്ടാണ് ലോകചരിത്രത്തിൽ തന്നെ തികച്ചും അപൂർവമായ ഒരു യാത്ര അവന് കിട്ടിയത്. കാരണം ആകെ വേദപുസ്തകത്തിൽ നോക്കിയാൽ 2 മനുഷ്യർക്ക് അനേക കോടി എണ്ണമറ്റ മനുഷ്യർ ഭൂമിയിൽ ഇപ്പോൾ ഉള്ളതിന് 800 കോടി മനുഷ്യരുണ്ടല്ലോ. കഴിഞ്ഞ തലമുറകളായി ഉണ്ടായിരുന്ന എത്രയോ കോടി മനുഷ്യർ, അവരിൽ ഒരു അപൂർവമായ ഭാഗ്യം ലഭിച്ചത് 2 പേരാണ്. ഒന്ന് ഹനോക്കും പിന്നെ ഏലിയാവും. മന്നം കാണാതെ എടുക്കപ്പെട്ടു, ജീവനോട് ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. അപ്പോൾ ഈ അസുലഭ ഭാഗ്യം, അപൂർവ ഭാഗ്യം ഹനോക്ക് ലഭിച്ചു. അതിന് കാരണമായി നമുക്ക് ചിന്തിക്കാവുന്നത് അവൻ ദൈവത്തോടു കൂടെ നടന്നു. ദൈവത്തോടുകൂടെ ദൈവത്തിൻ്റെ വഴി വിട്ട, ദൈവത്തിൻ്റെ ആലോചന വിട്ട, ദൈവ പദ്ധതി വിട്ട ഹനോക്കിനൊന്നുമില്ല. അവന് സ്വന്തമായിട്ടൊരു പദ്ധതിയില്ല. എന്നെ നടപ്പ നിന്റെ ചൂടുകൾ തന്നെയായിരുന്നു എന്ന് പറഞ്ഞ ദാവീദ് പോലും വ്യത്യസ്തനാണ്. അവന് പോലും ആ ഭാഗ്യം കിട്ടിയില്ല. അപ്പോൾ ദൈവത്തെ വിശ്വസിക്കുക, ദൈവവുമായി ഒരുമനപ്പെട്ട് പോവുക, അല്ലെങ്കിൽ 2 പേർ തമ്മിൽ ഒത്തിട്ടല്ലാതെ എന്ന് ആമോസ് പറഞ്ഞതുപോലെ ദൈവവുമായിട്ട് വിയോജിപ്പുള്ള അവസ്ഥയിൽ ദൈവത്തെ പ്രസാദിപ്പിച്ചു എന്ന് പറയാൻ സാധിക്കില്ല. ഇവിടെ ഈ ബന്ധത്തിൽ ഗലാത്യലേഖനത്തിൽ പൗലോസ് പറഞ്ഞ വിഷയത്തോട് നമുക്ക് കിടക്കാം. ഞാൻ മനുഷ്യരെയോ ദൈവത്തെയോ സന്തോഷിപ്പിക്കുന്നത് അല്ല, ഞാൻ മനുഷ്യരെ പ്രസാദിപ്പിക്കാൻ നോക്കുന്നുവോ? പൗലോസ് ചോദിക്കുകയാണ്, ഇന്ന് ഞാൻ മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നു എങ്കിൽ ക്രിസ്തുവിൻ്റെ ദാസനായിരിക്കുകയില്ല. ഇന്ന് ദൈവത്തെ പ്രസാദിപ്പിക്കുന്നുള്ള ചിന്ത ദൈവത്തിൻ്റെ മധ്യയിൽ നിന്ന് അന്യം നിന്ന് പോകുന്ന പോലുള്ള അവസ്ഥയാണല്ലോ. പേരിൽ നാം ദൈവമക്കളാണ്. ഞാൻ രക്ഷിക്കപ്പെട്ടു, ഞാൻ സ്നാനപ്പെട്ടു, ഞാൻ അഭിഷേകം പ്രാപിച്ചു, കാള കേൾക്കാൻ ഒരുങ്ങിയിരിക്കുക എന്നൊക്കെ വീമ്പ് പറയാറുണ്ട്. പക്ഷേ ദൈവപ്രസാദമില്ലാത്ത ഒരു വ്യക്തിയും, ദൈവം പ്രസാദിക്കാത്ത ഒരു വ്യക്തിയും അവനോട് ചേർന്ന് നടക്കാൻ പറ്റില്ല. മാത്രമല്ല, റോമാലേഖനം 12-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങൾ വ്യക്തമായി പറയുന്നു, സഹോദരന്മാരെ ഞാൻ ദൈവത്തിൻ്റെ മനസ്സിൽ ഉറപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിപ്പീൻ. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദൈവം പ്രസാദിക്കണമെങ്കിൽ ദൈവത്തിന് തന്നെ സമ്പൂർണ്ണമായി സമർപ്പിക്കപ്പെട്ടതായിരിക്കണം. ഒരു കാലത്തൊരു ഞാൻ ചിലപ്പോൾ ഒക്കെ പറയാറുണ്ട്, ഏതോ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, ഒരു പാട്ട് മലയാളക്കരയെ ഇളക്കി മറിച്ചൊരു പാട്ടുണ്ട്, തീ കത്തിക്ക എന്നിൽ തീ കത്തിക്ക സ്വർഗീയ രാജാവേ തീ കത്തിക്ക. അതുപോലെ ആത്മീയ അഗ്നി കത്തിയിരുന്നു.
ആത്മാവിൽ ആനന്ദിച്ചു. എന്താ കാരണം എന്നറിയാമോ? അതിൻ്റെ ഒരു ചരണം ഒരടി ഇങ്ങനെയാണ്: എന്നെയും എനിക്കുള്ള സകലത്തെയും യാഗമായി അർപ്പണം ചെയ്യുന്ന ഞാൻ. ഇപ്പോൾ കാലാന്തരത്തിൽ പറ്റിയ എന്താണെന്ന് പറയാം, എന്നും കാലത്തും പാടും, പക്ഷേ തീയൊന്നും കത്തുന്നില്ല. ചിലപ്പോൾ അന്യാഗ്നി കത്തിയേക്കും. എന്താണെന്നറിയാമോ കാരണം? അവർ പാടിയത് എന്നെയും എനിക്കുള്ള സകലത്തെയും എന്ന്, ടോട്ടൽ, അത് പൂർണ്ണമായി. പക്ഷേ ഇന്ന് നമ്മൾ പാടുമ്പോൾ അങ്ങനെ പരസ്യമായിട്ട് പാടുന്നില്ലെങ്കിലും ഒരു വ്യത്യാസമുണ്ട്. ഒരു അക്ഷരത്തിൻ്റെ സ്ഥാനചെല്ലാം ഒറ്റ അക്ഷരം മാറിയതേ ഉള്ളൂ. എന്താണെന്നറിയാമോ? എന്നെയും എനിക്കുള്ള സകലത്തെയും എന്ന് വരുമ്പോൾ ഇവിടെ സകലത്തിൻ്റെ സ്ഥാനത്ത് ഷായായി, ശകലവുമായി, ശകലത്തെ. ബാക്കി ഈ അനന്യാസും സഫീറയും കൂടെ കാണിച്ച പോലെ കുറേ എടുത്തു വെച്ചേച്ച് ദൈവസേനയെ കൊണ്ടുവന്നു. നിങ്ങൾ ഇത്രയ്ക്കാണോ വിറ്റ്? ഇത്രയേ ഉള്ളൂ. ഉടനെ ദൈവാത്മാവൊരു ചോദ്യം പത്രോസിൽ കൂടെ, പരിശുദ്ധാത്മാനോട് വ്യാജം കാണിപ്പാൻ ഗണം സാത്താൻ ഹൃദയത്തേക്ക് ഇടയ്ക്ക് എന്താ? ഇതുപോലെ നാമു വലിയ വായിൽ പല കാര്യങ്ങളും പറയും, പക്ഷേ എന്നെ ദൈവം എന്നെ പ്രസാദിപ്പിക്കണമെന്നുള്ള നിലയ്ക്ക് ജീവിതത്തിലൊന്നും ഉണ്ടാകുന്നില്ലല്ലോ. ജീവിതമില്ലാതെ വാ കൊണ്ട് പറഞ്ഞിട്ട് എന്ത് കാര്യം? ഞാൻ അടിക്കടി പറയുന്ന ഒരു കാര്യമുണ്ട്. കാലിപ്പാട്ടിൻ്റെ പുറത്തിട്ട് അടിച്ചാൽ നല്ല ശബ്ദമായിരിക്കും. ഈ തമ്പേറിൻ്റെ ശബ്ദം കേൾക്കുന്നത് അത് അതിൻ്റെ അകം പൊള്ളയായതുകൊണ്ടാണ്. എന്നാൽ നിറഞ്ഞ ഒരു പാത്രം നിറഞ്ഞിരുന്നാൽ അതിലടിച്ചാൽ വലിയ ശബ്ദം കേൾക്കുകയില്ല, അതറിയാം. ഇതുപോലെ തന്നെയാണ് ഇന്നും. ഒത്തിരി വാചകമടിയുണ്ട്. ചിലരൊക്കെ സാക്ഷി കേട്ടാൽ 1.5 മിനിറ്റ് കൊണ്ട് പറയേണ്ടത് 1.25 മണിക്കൂർ എടുക്കും. ഒന്നുമില്ല, പൊള്ളത്തരം. പ്രവചനം പൊള്ളത്തരം, പ്രസംഗം കാപട്യം. ദൈവം പ്രസാദിപ്പിക്കണം ചിന്തയില്ല. വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ആർക്കും കഴിയില്ല. ഞാൻ പറഞ്ഞതല്ല, ദൈവവചനം പറയുന്നത്. എബ്രായലേഖനം 1 അദ്ദേഹത്തിൻ്റെ 6 വാക്യമാ നമ്മൾ വായിച്ചു. വിശ്വാസം കൂടാതെ. ഇന്ന് വിശ്വാസമൊക്കെ ഉണ്ട്, വലിയ വിശ്വാസികളാണ്, പക്ഷേ ദൈവാശ്രയമില്ല. കുറച്ചാൾ മുൻപൊരു വീഡിയോയിൽ വിശ്വാസമുണ്ട്, യഥാർത്ഥ വിശ്വാസം നമുക്കുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വിശ്വാസത്താൽ നാം ജീവിക്കുന്നവരെങ്കിൽ അതിൻ്റെ ലക്ഷണം എന്തൊക്കെയായിരിക്കും എന്നൊരു 5 കാര്യം ഞാൻ പറഞ്ഞായിരുന്നു. അതെ, ഇനി ആവർത്തിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. വിശ്വാസമുള്ളവന് ആശ്രയമുണ്ട്, വിശ്വാസമുള്ളവന് അനുസരണമുണ്ട്. ആരെ വിശ്വസിക്കുന്നോ അവനെ അനുസരിക്കും. അപ്പോൾ അത് നോക്കുകയാണെങ്കിൽ അനോക്ക് വിശ്വാസത്താലാണ് ദൈവത്തെ പ്രസാദിപ്പിച്ചെങ്കിൽ ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിച്ചു. സമകാലീന ലോകത്തിൻ്റെ ചിന്താഗതിക്ക് അവൻ വഴങ്ങിയില്ല, ലോകത്തിൻ്റെ നടപ്പിന് അവൻ വഴങ്ങിയില്ല, സമകാലീന ലോകത്തിൻ്റെ പോക്കിന് അവൻ കൂട്ടുനിന്നില്ല. ആകാത്ത സ്ഥലത്തേക്ക് എടുത്ത് ദൈവത്തോട് കൂടെ നടന്നു. അവരെ ആലോചനയോ അവരുടെ ഉപദേശങ്ങളോ അവരുടെ പ്രാക്ടീസസോ ഒന്നും അവൻ അനുവർത്തിച്ചില്ല. അവന് വിഷയം ദൈവം, അവൻ്റെ വായിലോ ദൈവത്തിൻ്റെ അല്ലപ്പാടുകൾ. ചിലർ പറയുന്നു അപ്പോക്രിഫ പുസ്തകത്തിൽ നിന്നാണെന്ന്. എന്നാലും യൂദായുടെ പുസ്തകത്തിലെ ഒരു വാക്യമുണ്ടല്ലോ, യൂദാ ലേഖനം 14-15 വാക്യങ്ങൾ. ആദാം മുതൽ ഏഴാമനായ അനോക്കും വരെക്കുറിച്ച് ഇതാ കർത്താവ് എല്ലാവരെയും വിധിപ്പാനും അവർ അഭക്തിയോടെ ചെയ്ത ഭക്തിവിരുദ്ധമായ സകല പ്രവൃത്തികളും നിമിത്തം ഭക്തികെട്ട പാപികൾ തൻ്റെ നേരെ പറഞ്ഞ സകല നിഷ്ഠൂരങ്ങളും നിമിത്തവും ഭക്തികെട്ടവരെയൊക്കെയും ബോധം വരുത്തുവാനും 1000 വിശുദ്ധന്മാരോട് കൂടെ വന്നിരിക്കുന്നോ എന്ന് പ്രവചിച്ചോ. അപ്പോൾ ചില്ലറക്കാരനല്ലായിരുന്നു. അന്നത്തെ ഭക്തികെട്ട ലോകത്തിൽ ജീവിച്ച ഹനോക്ക ന്യായവിധിയുടെ ദൂത് പറഞ്ഞതാണ്. ഇന്ന് ഞാൻ പറയുന്നു, ദൈവത്തോടുകൂടെ നടക്കുന്നവന് മാത്രമേ, ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കുന്നവന് മാത്രമേ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതിനെ കുറിച്ചുള്ള വാക്കുകൾ പറയുവാൻ സാധിക്കത്തുള്ളൂ. ഇന്നത്തെ കൺവെൻഷനുകൾ, ഇന്നത്തെ കാത്തിരിപ്പിയോഗങ്ങൾ, ഇന്നത്തെ ഉപവാസ പ്രാർത്ഥനകൾ, ഇന്നത്തെ കുടിയേലുകൾ ദൈവത്തെ പ്രസാദിപ്പിക്കാനോ ആരും അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. എബ്രായലേഖനം 10-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗത്ത് നമുക്കിങ്ങനെയാണ്: എൻ്റെ നീതിമാൻ
വിശ്വാസത്താൽ ജീവിക്കും. പിന്മാറുന്നുവെങ്കിൽ എൻ്റെ ഉള്ളത്തിന് അവനിൽ പ്രസാദമില്ല. അപ്പോൾ ദൈവപ്രസാദം നമുക്ക് ലഭിക്കുന്നോ അതോ ദൈവപ്രസാദം ഇല്ലാതെ പോകുന്നു? നമുക്കതിനെ ഒരു ചിന്തയില്ല. ദൈവത്തെ പ്രസാദിപ്പിക്കണമെന്ന്, ദൈവം എൻ്റെ ആരാധനയിൽ പ്രസാദിപ്പിക്കണമെന്ന് നമുക്ക് ചിന്തയില്ലല്ലോ. എഫെസ്യ ലേഖനത്തിൽ പൗലോസ് പറഞ്ഞായിരുന്നു 5:8-9, മുൻപേ നിങ്ങൾ ഇരുളായിരുന്നു, ഇപ്പോഴോ കർത്താവിൽ വെളിച്ചമാകുന്നു. കർത്താവിന് പ്രസാദമായത് എന്തെന്ന് പരിശോധിച്ചുകൊണ്ട് വെളിച്ചത്തിൽ ഉള്ളവരായി നടന്നുകൊള്ളുവേൻ. കർത്താവിന് പ്രസാദമായത് എന്തെന്ന് പരിശോധിച്ചുകൊണ്ട് വെളിച്ചത്തിൽ ഉള്ളവരായി നടന്നുകൊള്ളുവേൻ. നമ്മൾ നേരത്തെ വായിച്ചായിരുന്നു, ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള ഏകമായി സമർപ്പിപ്പീൻ. അവൻ പ്രസാദിക്കണമെങ്കിൽ ജീവിതം പൂർണ്ണമായി കർത്താവിൻ്റെ സന്നിധിയിൽ വരണം. കർത്താവിൻ്റെ ഇഷ്ടത്തിന് ഏൽപ്പിച്ചു കൊടുക്കണം. എൻ്റെ ഇഷ്ടവും ദൈവiഷ്ടങ്ങളും ഒന്നിച്ചു പോകത്തില്ല. ഏതെങ്കിലും ഒരു ഇഷ്ടമേ നിനക്കുള്ളൂ. പണ്ട് പാടുമായിരുന്നു, എൻ്റെ ഇഷ്ടമൊന്നും വേണ്ട പ്രിയനെ, എൻ്റെ ഇഷ്ടമെന്നിൽ പൂർണ്ണമാക്കണമേ. എന്നാൽ ഇന്നത്തെ കാലത്ത് എൻ്റെ ഇഷ്ടമെന്നിൽ സമ്പൂർണ്ണമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കാലമാണ്. എൻ്റെ ഇഷ്ടം ദൈവം പ്രസാദിച്ചല്ലോ എന്നുള്ള പ്രശ്നമല്ല. അല്ലെങ്കിൽ ഞാൻ സാധാരണ പറയാറുണ്ട്, ഞാൻ എനിക്ക് തോന്നുന്നത് ചെയ്യും, നിങ്ങൾക്ക് വേണേ പ്രസാദിച്ചോട്ടെ എന്ന മനോഭാവമാണ് ഇന്നത്തെ ജീവിതത്തിന്. എന്നാൽ എഫെസ്യർ പൗലോസ് പറഞ്ഞത്, കർത്താവിന് പ്രസാദമുള്ളത് ഇന്നതെന്ന് പരിശോധിച്ചുകൊണ്ട് വെളിച്ചത്തിൽ നടപ്പീൻ. തെസ്സലോനിക്കയിലെ വിശ്വാസികളോട് പറഞ്ഞത്, തെസ്സലോനിക്ക ലേഖനത്തിലെ 4-1 ഒടുവിൽ സഹോദരന്മാരെ, ദൈവപ്രസാദം ലഭിപ്പാൻ തക്കവണ്ണം നിങ്ങൾ എങ്ങനെ നടക്കണം എന്ന് ഞങ്ങളോട് ഗ്രഹിച്ചതുപോലെ നിങ്ങൾ നടക്കുന്നത് പോലെ തന്നെ ഇനിയും അധികം വർദ്ധിച്ചു വരേണ്ടതിന് നിങ്ങൾ കർത്താവായ യേശുവിന്റെ നാമത്തിൽ നിങ്ങളോട് അപേക്ഷിച്ച് പ്രബോധിപ്പിക്കുന്നു. ദൈവപ്രസാദം ലഭിക്കാൻ നാം എന്ത് ചെയ്യണം? എങ്ങനെ നടക്കണം? കൊലോസ്യർ പറഞ്ഞത്, കൊലോസ്യർ 1:10 നിങ്ങൾ പൂർണ്ണ പ്രസാദത്തിനായി കർത്താവിന് യോഗ്യമാവണം നടന്ന പൂർണ്ണ പ്രസാദത്തിന് നമ്മുടെ നടപ്പ് അതിൽ കർത്താവ് പ്രസാദിക്കണമെങ്കിൽ അത് കർത്താവിന് യോഗ്യമാവണം വേണം. എഫെസ്യരിൽ നാം വായിച്ചാലോ, വെളിച്ചത്തിൽ ഉള്ളവരായി നടക്കുക. അവിടെ തന്നെ താഴെ കാണാം, ഈജിപ്തിൻ്റെ നിഷ്ഫല പ്രവൃത്തികൾക്ക് കൂട്ടാളികൾ ആകരുത്. എന്നിട്ട് അവിടെ തന്നെ പറഞ്ഞു, സകല സൽഗുണവും നീതിയും സത്യവുമാണ് വെളിച്ചത്തിൻ്റെ ഫലം. ഇന്ന് സത്യം തൊട്ടുവച്ചോ? നീതി തൊട്ടുവച്ചിട്ടുണ്ടോ? അധർമ്മികളായി, അനുസരണം കെട്ടവരായി, ദൈവത്തെ അനുസരിക്കില്ല, മനുഷ്യനെ അനുസരിക്കില്ല, ഇങ്ങനെ നടക്കുന്ന കൂട്ടത്തിൽ, ഈ ആരാധനയിൽ, ഈ കൂട്ടത്തിൽ, ഈ പാട്ടിൽ ഇതൊക്കെ ദൈവം പ്രസാദിക്കുന്നുണ്ടോ? ആരും ചിന്തിക്കുന്നില്ല. അപ്പോൾ വിശ്വാസം നമ്മിലുണ്ടായാൽ ദൈവത്തോട് കൂടെ നടക്കുന്ന അനുഭവം നമുക്കുണ്ടാകും. ദൈവത്തോട് കൂടെ നടക്കുമ്പോൾ ദിവ്യ സ്വഭാവത്തിന് പങ്കാളികളാകും. കർത്താവിന് യോഗ്യമാവണ്ണം നടക്കും, ലോകത്തിനൊത്തോണമല്ല. അങ്ങനെ വരുമ്പം നടപ്പിനെ കുറിച്ച് തന്നെ പറയുമ്പോൾ കൊലോസ്യർ 1:10 അടിസ്ഥാനമാക്കി എങ്ങനെയുള്ള നടപ്പ് വേണമെന്ന് ഏതാണ്ട് 20ഓളം കാര്യങ്ങൾ ദൈവവചനത്തിലുണ്ട്. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. എന്നാൽ 1-2 കാര്യം പറയാം. നിങ്ങളുടെ നടപ്പ് ദൈവാഗ്രഹമില്ലാത്തതായിരിക്കട്ടെ. അപ്പോൾ ദൈവാഗ്രഹം എന്നിലുണ്ടെങ്കിൽ, ഞാൻ സീനിയർ പാസ്റ്റർ എന്നും പറഞ്ഞേച്ച് ഞാൻ ഇപ്പോഴും ദൈവാഗ്രഹിയെങ്കിൽ കർത്താവ് യോഗ്യമായ വണ്ണം നടക്കുകയല്ല. വേറെ വാക്യം പത്രോസിലേഖനത്തിലുണ്ടല്ലോ, നിങ്ങളെ വിളിച്ച വിശുദ്ധനൊത്തോണം അനുസരണമുള്ള മക്കളായി എല്ലാ നടപ്പിലും വിശുദ്ധരാകുവേൻ. എല്ലാ നടപ്പിലും, ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും. ഇന്ന് നമുക്ക് നമുക്ക് ചില നിയതമായ വ്യക്തമായ ദൈവപ്രമാണങ്ങൾ ദൈവം എഴുതി തന്നിട്ടുണ്ട്. എന്നാൽ അന്നോ അനോക്ക് ജീവിച്ച കാലത്തോ ഒന്നുമില്ല. മനസ്സാക്ഷി യോഗത്തിൽ ആ കാലത്ത് പോലും ദൈവത്തോട് കൂടെ നിന്നവൻ ദൈവത്തെ പ്രസാദിച്ചു. അവൻ്റെ ചിന്ത, അവൻ്റെ അധ്വാനം, അവൻ്റെ ആഗ്രഹം, അഭിലാഷം എല്ലാം ദൈവം പ്രസാദിക്കണമെന്നായിരുന്നു. അല്ലെങ്കിൽ ഒരാളിനെ പ്രസാദിപ്പിക്കാൻ നാം ശ്രമിക്കുമ്പോൾ
നാമും അങ്ങനെ തന്നെയാണ് ആണ്. നമ്മുടെ ചിന്ത കൊണ്ട്, നമ്മുടെ ആഗ്രഹം കൊണ്ട്, നമ്മുടെ അഭിലാഷം കൊണ്ട്, നമ്മുടെ പെരുമാറ്റം കൊണ്ട് എല്ലാം എൻ്റെ യജമാനൻ എന്നിൽ പ്രസാദിക്കണം, അത് അവൻ ആഗ്രഹിക്കുക. അങ്ങനെ അവൻ ചെയ്തു. അപ്പോൾ മാത്രമല്ല, സഹോദരിമാരോട് പറഞ്ഞു, പത്രോസിൻ്റെ ലേഖനം 1 പത്രോസ് 3-ാം അധ്യായത്തിലുണ്ടല്ലോ, ഭയഭക്തിയോടുകൂടിയ നിങ്ങളുടെ നിർമ്മലമായ നടപ്പ് കണ്ടറിഞ്ഞിട്ട്. പലർക്കും വലിയ ഭാരമാണ്, ഭർത്താക്കന്മാർ മനസ്സന്ധപ്പെടുന്നില്ല. പലപ്പോഴും പല സഹോദരിമാരും ഞങ്ങളോട് വന്ന് പറയാറുണ്ട്, നിന്റെ ഭർത്താവിന് വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പം ഞാൻ അവരോട് പറയുക ഈ വാക്യമാണ്, ഭയഭക്തിയോടുകൂടിയ നിർമ്മലമായ നടപ്പ്. തോന്നിയ പോലെ വാക്കിൽ നിയന്ത്രണമില്ല, വായ്ക്ക് നിയന്ത്രണമില്ല, നടപ്പിന് നിയന്ത്രണമില്ല, പെരുമാറ്റത്തിന് നിയന്ത്രണമില്ല. അങ്ങനെ വരുമ്പോൾ ഇങ്ങനെ ഭർത്താവ് നിന്നത്. അപ്പോൾ നമ്മുടെ നടപ്പ് ദൈവാഗ്രഹമില്ലാത്തത് മാത്രമല്ല, ഭയഭക്തിയോട് കൂടിയത് മാത്രമല്ല, വിശുദ്ധമായത് മാത്രമല്ല, ദൈവപ്രസാദം ലഭിപ്പാൻ കർത്താവിന് യോഗ്യമാണ്. വെളിച്ചത്തിൽ നമ്മൾ ആരെങ്കിലും ചിന്തിക്കാറുണ്ടോ? ഈ നാളുകൾ കാലം കഴിക്കുമ്പോൾ ഇപ്പോൾ പറക്കുമെന്ന് പറയുന്ന നാം, അല്ലെങ്കിൽ നാളെ ജീവിച്ചിരിക്കുമെന്ന് ഉറപ്പില്ലാത്ത നാം എൻ്റെ കർത്താവിനെ പ്രസാദിപ്പിക്കണം. അവനെ പൗലോസ് പറഞ്ഞ വേറൊന്നാണ്, അവനെ പ്രസാദിപ്പിക്കണമെന്നുള്ള ആഗ്രഹം നമുക്കുണ്ടോ? 2 കൊരിന്ത്യർ 5-ാം അധ്യായത്തിൽ പൗലോസ് പറഞ്ഞത്, 5-ാം അധ്യായത്തിന് 9-ാം വാക്യം, ശരീരത്തിലിരുന്നാലും ശരീരത്തിൽ വസിച്ചാലും ശരീരം വിട്ടാലും ഞങ്ങൾ അവനെ പ്രസാദിപ്പിക്കുന്നതാകുവാൻ അഭിമാനിക്കുന്നു എന്നാണ്. അത് KJV വായിച്ചാൽ, അല്ലെങ്കിൽ കിങ് ജെയിംസ് വേർഷനിൽ വായിച്ചാൽ, വി ലേബർ ടു പ്ലീസ് ഹിം, ഞങ്ങൾ അവനെ പ്രസാദിപ്പിക്കുന്നവരാകുവാൻ അധ്വാനിക്കുന്നു. അപ്പം നമ്മുടെ പ്രയത്നവും നമ്മുടെ അധ്വാനവും നമ്മുടെ ലക്ഷ്യവും നമ്മുടെ ആഗ്രഹവും കർത്താവിനെ പ്രസാദിപ്പിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ദൈവം നമ്മൾ പ്രസാദിപ്പിക്കും. അവൻ നമ്മെ ആദരിക്കും. അമാന്യമായ രീതിയിൽ അവൻ നമ്മെ നടത്തും. എൻ്റെ പ്രസംഗത്തിൽ ദൈവം പ്രസാദിക്കുന്നുണ്ടോ? എൻ്റെ പാട്ടിൽ ദൈവം പ്രസാദിക്കുന്നുണ്ടോ? എൻ്റെ കൊടുക്കൽ വാങ്ങൽ ദൈവം പ്രസാദിക്കുന്നുണ്ടോ? എൻ്റെ നടപ്പിൽ ദൈവം പ്രസാദിക്കുന്നുണ്ടോ? എൻ്റെ ഇരിപ്പിൽ ദൈവം പ്രസാദിക്കുന്നുണ്ടോ? എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ ഇടപാടുകളിലും ദൈവം പ്രസാദിക്കുന്നുണ്ടോ? ദൈവപ്രസാദം ലഭിക്കാനാണോ നടക്കുന്നത്? നമുക്ക് തീർച്ചയായിട്ടും ദൈവത്തിന് പ്രസാദമായി നടന്നുവെന്ന് പറയുമ്പോൾ, ദൈവത്തെ പ്രസാദിപ്പിച്ചെന്ന് പറയുമ്പോൾ, ഇതൊക്കെ അവനും ബാധകമായിരുന്നു. ഇന്നത്തെക്കാൾ ഒരു പ്രമാണവുമില്ലാതെ നടന്ന കാലത്ത് ഇത് സാധിച്ചെങ്കിൽ പ്രമാണമുള്ള കാലത്ത് എത്രയധികം. ഒന്നുകൂടെ പറയുന്നു, മനസാക്ഷി യുഗത്തിൽ ജീവിച്ച ഒരു ദൈവദാസന് ഇത് സാധിച്ചെങ്കിൽ ഈ കൃപാകാലത്തിൽ ജീവിക്കുന്ന നമുക്ക് ഇത് സാധ്യമല്ലേ? മാത്രമല്ല, അന്ന് അവർക്കില്ലാത്ത 2-3 കാര്യങ്ങൾ നമുക്ക് തന്നല്ലോ. ദൈവത്തിൻ്റെ വചനം, അന്ന് ദൈവവചനമില്ല. മാത്രമല്ല, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആളത്തോലമായി നമ്മെ നടത്തുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നുണ്ടല്ലോ. ഉപദേശിച്ച് സകല സത്യത്തിലും വഴി നടത്താൻ പരിശുദ്ധാത്മാ സഹായം എന്നുണ്ടല്ലോ, അന്നുണ്ടായിരുന്നു. ഇതൊക്കെ ആയിട്ടും ദൈവത്തെ പ്രസാദിപ്പിച്ചു. പ്രിയമുള്ളവരെ, ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന നമ്മുടെ പ്രധാന ലക്ഷ്യം എന്താണ്? ദൈവത്തെ പ്രസാദിപ്പിച്ചെന്ന് അവൻ ദൈവവേദനായിരുന്നു. സാക്ഷാൽ അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചു എന്ന് നാം ജീവനോടിരിക്കുമ്പോൾ തന്നെ, മരണത്തിന് ശേഷം പറയുന്നതല്ല, ജീവനോടിരിക്കുമ്പോൾ തന്നെ സാക്ഷ്യം പ്രാപിക്കുന്നത് എത്ര ഉത്തമം നമുക്ക് സാധിക്കുന്നു. നമ്മുടെ മനസ്സാക്ഷി സാക്ഷ്യം പറയുന്നു, ദൈവത്തിൻ്റെ ആത്മാവ് സാക്ഷ്യം പറയുന്നു, കർത്താവ് സാക്ഷ്യം പറയുന്നു. മറ്റുള്ളവർ, നമ്മെ കാണുന്ന മനുഷ്യർ, കൂട്ടുവിശ്വാസികൾ മാത്രമല്ല, നമ്മുടെ ചുറ്റുപാടുള്ള ലോകം പറയുന്നു. അബ്രാഹാമിനെ കുറിച്ച് ലോകം പറഞ്ഞു, നീ ഞങ്ങളുടെ മധ്യേ ദൈവത്തിൻ്റെ പ്രഭുവാണ്. ഭക്തന്മാരെക്കുറിച്ച് പലരെക്കുറിച്ചും സാക്ഷ്യം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ. നമുക്ക് സാക്ഷ്യം ഉണ്ടോ? ഇതുപോലൊരു സാക്ഷ്യം അല്ലെങ്കിൽ ലോകത്തിലൊന്നുമില്ലെങ്കിലും ഞാൻ എൻ്റെ കർത്താവിൻ്റെ ദൈവത്തെ പ്രസാദിച്ചു. സാഹചര്യങ്ങൾക്ക് അതീതമായി, സംഭവങ്ങൾക്ക് അതീതമായി, ബന്ധങ്ങൾക്ക് അതീതമായി,
ലോകത്തിലെ സകലത്തിനും അതീതമായി അവൻ ദൈവപ്രസാദം നേടാൻ ജീവിച്ചു. ദൈവപ്രസാദം നേടിയില്ല എങ്കിൽ നമുക്ക് ഈ ലോകത്തിൽ എന്തുണ്ടെങ്കിലും നമ്മുടെ ജീവിതം വലിയ പൂജ്യം മാത്രമാണ്, വട്ടപൂജ്യം. കർത്താവിനെ പ്രസാദിപ്പിക്കുക. ശരീരത്തിലിരുന്നാലും ശരീരത്തിൽ വസിച്ചാലും ശരീരം വിട്ടാലും അവനെ പ്രസാദിപ്പിക്കുകയാണ് ഞങ്ങളുടെ ജീവിത ലക്ഷ്യമെന്ന് പൗലോസ് പറഞ്ഞെങ്കിൽ, പൗലോസ് കൊരിന്ത്യത്തിൽ പറഞ്ഞ പൗലോസാണ് ഗലാത്യത്തിൽ പറഞ്ഞത്, മനുഷ്യയോ ദൈവത്തെയോ സന്തോഷിപ്പിക്കുന്നു. അപ്പോൾ ഒരു കാര്യം വ്യക്തം, രണ്ടു കൂട്ടരെയും ഒരേ സമയത്ത് പ്രസാദിപ്പിക്കാൻ സാധ്യമല്ല. മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവന് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ സാധ്യമല്ല. ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവന് ലോകത്തെ പ്രസാദിപ്പിക്കാൻ സാധ്യമല്ല. ഒന്നുകിൽ ദൈവത്തെ അല്ലെ മനുഷ്യനെ. മനുഷ്യനെ പ്രസാദിപ്പിച്ചാൽ മനുഷ്യൻ പോകുന്നിടത്ത് പോകും. ദൈവത്തെ പ്രസാദിപ്പിച്ചാൽ ദൈവത്തോടിരിക്കും. അല്ലെ, ഹനോക്ക് ദൈവത്തോട് കൂടെ നടന്നു. ദൈവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി. പ്രിയമുള്ളവരെ, ഏത് നിമിഷവും നാം ഈ ലോകം വിട്ടു പോകാം. പക്ഷേ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ സാക്ഷാൽ ദൈവത്തിലായി, ദൈവത്തിനനുസരിച്ച്, ദൈവത്തിൻ്റെ ആത്മാവിനെ അനുസരിച്ച്, ദൈവത്തെ പ്രസാദിപ്പിച്ച്, ദൈവത്തിന് കൊള്ളാവുന്നവരായി ജീവിച്ച് ദൈവത്തിൽ ചേർക്കപ്പെട്ടു പോകാൻ നമുക്ക് ഒരുങ്ങാം. നമുക്കതാണ് കരണീയം. ലോകത്തിൽ എന്ത് നേടിയാലും ഒരു കാര്യവുമില്ല. എന്ത് വെട്ടിപ്പിടിച്ചാലും, സ്ഥാനം വെട്ടിപ്പിടിച്ചാലും, പണം വെട്ടിപ്പിടിച്ചാലും, പേര് വെട്ടിപ്പിടിച്ചാലും, മറ്റ് മഹിമകളെല്ലാം വെട്ടിപ്പിടിച്ചാലും ഒരു കാര്യവുമില്ല. കർത്താവിനെ പ്രസാദിപ്പിക്കാം. നമ്മുടെ ചിന്ത കൊണ്ട്, അധ്വാനം കൊണ്ട്, പ്രയത്നങ്ങൾ കൊണ്ട്, പെരുമാറ്റം കൊണ്ട്, ഹൃദയം കൊണ്ട് എല്ലാം നമ്മുടെ ആത്മാവും പ്രാണനും ദേഹവും ഒരുപോലെ എൻ്റെ കർത്താവിനെ പ്രസാദിപ്പിക്കണം എന്ന ചിന്തയാൽ നിറഞ്ഞ് അവനെ പ്രസാദിപ്പിച്ച് ജീവിക്കാം. എങ്കിൽ നാം ധന്യരായി ഹനോക്കിനെ പോലെ നമുക്കും സാക്ഷ്യം പ്രാപിക്കാം. അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചു എന്ന എടുക്കപ്പെട്ടതിന് മുൻപേ സാക്ഷ്യം പ്രാപിക്കും. സമകാലീന ലോകത്തിന് പറയാനുള്ളത് അവൻ വ്യത്യസ്തനാണ്. അത് വേറൊരു ജീവിതമാണ്. അവൻ ഞങ്ങളുടെ കൂട്ടത്തില്ല. അവന് വേറൊരു ബന്ധമുണ്ട്. അവൻ്റേത് വേറൊരു പ്രത്യേക രീതിയാണ്. അവന് ദൈവത്തെ ലോകത്തിനൊത്തോണമല്ല. ഈ നാളുകൾ ആ നിലയിൽ ജീവിപ്പാൻ ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഞാൻ വായിച്ചതാണ് ആ വാക്യം, ഒന്നുകൂടെ പറയുന്നു. എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. പിന്മാറുന്നുവെങ്കിൽ എൻ്റെ ഉള്ളത്തിന് അവനിൽ പ്രസാദമില്ല. നമ്മുടെ വിശ്വാസം നഷ്ടപ്പെട്ടാൽ ദൈവത്തിന് അതിൽ പ്രസാദമില്ല. തൊട്ട് താഴത്തെ വാക്യം കുറെ കൂടെ ഭയങ്കരമാണ്. നാമോ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല, വിശ്വാസത്താൽ ജീവിച്ചില്ലെങ്കിൽ പിന്നെ നാശത്തിലേക്ക്. അത് നമുക്ക് വരാതിരിപ്പാൻ ദൈവത്തെ പ്രസാദിപ്പിക്കാം, ദൈവയിഷ്ടം ചെയ്യാം, ദൈവത്തെ ആശ്രയിക്കാം, ദൈവത്തെ അനുസരിക്കാം, ദൈവവചനം പാലിക്കാം, അവന് യോഗ്യമായി നടക്കാം. വല്ലവിധേയരും കർത്താവിനെ പ്രസാദിപ്പിച്ച് അവനുള്ളവരായി ജീവിക്കാം. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. കർത്താവെ, ശ്രേയവനായ ഞങ്ങൾ സ്വർഗീയ പിതാവേ, ഞങ്ങൾ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതിനെക്കുറിച്ച് അല്പമായി ചിന്തിപ്പാൻ്റെയായല്ലോ. അവന് സമകാലീന ലോകത്തിൽ നാഥാ ആ ലോകത്തിനൊത്തോളം പോകാതെ അങ്ങോട്ട് കൂടെ നിന്ന് ദൈവഹൃദയത്തിൻ്റെ ഒത്ത് ജീവിച്ച് എനിക്ക് പ്രിയനായ ഞങ്ങൾ ചേർക്കപ്പെട്ടല്ലോ. നാഥാ, അതുപോലെ ഞങ്ങളും ജീവിതത്തിൽ അങ്ങേ പ്രസാദിപ്പിക്കുവാൻ അത്യധ്വാനം ചെയ്ത് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ സർവം കൊണ്ടും അങ്ങേ പ്രസാദിപ്പിച്ച് സകല ഉത്സാഹവും കഴിച്ച് അതെല്ലാം കൊണ്ട് അങ്ങേ പ്രസാദിപ്പിച്ച് അങ്ങനെ സ്ഥലത്തുവാൻ ദൈവം സഹായിക്കണമേ. അവിടുത്തെ എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ദൈവപ്രസാദത്തിനൊത്തോളം ജീവിപ്പാൻ സഹായിക്കണമേ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവേ, ആമേൻ. ഈ വീഡിയോ നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്കായി പ്രാർത്ഥിക്കുക. ദൈവമായ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.